വെൽക്കം ബാക്ക് അഗെയിൻ ടു ട്രാവൻകൂർ പിസ്റ്റൺസ് എവരിവൺ. ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാലക്സി വാച്ച് 2019 ജൂൺ മെയ്ഡാണ്, ഓഗസ്റ്റ് ഡെലിവറി. അതായത് മോർ ദാൻ 1 year ആയിട്ട് ഉപയോഗിക്കുന്ന ഗാലക്സി വാച്ചിൻ്റെ ഒരു ലോങ് ടേം യൂസർ റിവ്യൂ. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട്, ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്, 2020 ഇപ്പോഴും അതിൻ്റെ പുതിയതൊരെണ്ണം വാങ്ങിക്കുന്നതിൽ അർത്ഥമുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാം. കഴിഞ്ഞ വർഷം ഇത് ഇറങ്ങിയ സമയത്ത് വിഷയമാക്കിയാണ് സാംസങ് ആക്ച്വലി ഇത് ഇറക്കിയത്. അതായത് ഇത് എന്തോ മറ്റേ മാരക സെറ്റപ്പാണ്, അതുണ്ട് ഇതുണ്ട്, ഇൻ്റർനെറ്റ്, ഹാർട്ട് ബീറ്റ്, പിന്നെന്തുവാ കോള് വിളിക്കുമ്പോൾ ആരാണ്, പിന്നെ ഇതിൽ നിന്ന് കോള് വിളിക്കാം, വാട്ടർ പ്രൂഫ് ആണ്, റെയിൻ പ്രൂഫാണ്, പിന്നെന്തോ എന്തൊക്കെയൊക്കെയോ വെച്ച് അറൗണ്ട് 30,000 രൂപ പിടിച്ചെങ്ങണ്ടായി അന്ന് വാങ്ങിച്ച സമയത്ത്. പിന്നെ ആസ് യൂഷ്വൽ അന്ന് എല്ലാവർക്കും ഒരു ഇതുണ്ടായിരുന്നു, ഒരു സംശയമായിരുന്നു. അതായത് മറ്റൊന്നല്ല, ഇതിൻ്റെ ഈ ചാർജിങ്ങിനെ കുറിച്ചൊക്കെ. ഇത് ചാർജ് നിൽക്കുമോ ഇല്ലയോ, എത്ര ദിവസം നിൽക്കും, ഒരു ദിവസം തികച്ച് നിൽക്കുമോ. കാരണം ഇതിന് മുമ്പ് ഒരു സാംസങ്ങിൻ്റെ ഇതേപോലെ സ്മാർട്ട് വാച്ച് അതൊന്നും ഒരു ദിവസം തികച്ച് നിൽക്കി തോന്നില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഡൗട്ട്ഫുള്ളായിരുന്നു. അപ്പം രണ്ടും കൽപ്പിച്ച് ആ സമയത്ത് എടുത്തൊരു സാധനമാണിത്. പിന്നെ ഈ പർട്ടിക്കുലർ മോഡൽ എന്ന് പറഞ്ഞാൽ 46mm ആ മോഡലായിരുന്നു, 46mm ഡയലിൻ്റെ. പിന്നെ ഇതിൻ്റെ കൂടെ ആക്ച്വലി ഇങ്ങനെ അല്ല വന്നത്, ഇതിൻ്റെ കൂടെ ഒരു റബ്ബർ സ്ട്രാപ്പായിരുന്നു. പിന്നെ ഞാനത് മാറ്റിയിട്ട് ഈ ഒരു മാഗ്നറ്റിക് സ്ട്രാപ്പ് വാങ്ങിച്ചു. കാരണം മറ്റേത് ഒരുമാതിരി ഒരു ചീപ്പ് ലുക്കായിരുന്നു. പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടൈസൺ എന്ന് പറഞ്ഞ ഒരു സാംസങ് തന്നെ ഡെവലപ്പ് ചെയ്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇതാണ്, ഈ ബോക്സിലാണ് അന്നത് കിട്ടിയത്. അപ്പോൾ തന്നെ ഇതിനകത്ത് ഡേറ്റ് കാണുമ്പോൾ പറയാം, ജൂൺ 2019 മെയ്ഡായിരുന്നു. എനിക്ക് കൺട്രി ഓഫ് ഒറിജിൻ വിയറ്റ്നാം, ഓക്കെ, ചൈന അല്ല, ഭാഗ്യം. എനിക്ക് ആക്ച്വലി ഇത് കിട്ടിയത് ഓഗസ്റ്റ് മാസം കണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. കവറിങ് ഒക്കെ നല്ല രസമായിരുന്നു, നല്ല ബ്ലാക്ക്. ഇതിപ്പം തട്ടുംപുറത്ത് കിടന്ന് ആകെ മൊത്തം ഫോളോ ആക്കിയതാണ്. പിന്നെ ഇത് അന്ന് പറഞ്ഞത് ലോങ് ബാറ്ററി ലൈഫ്, പിന്നെ മറ്റേ ഫിറ്റ്നസ്സിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് മറ്റേ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്തു, ഇതാണെന്നൊക്കെ നല്ല രീതിക്ക് അറിയാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിൽ തുടങ്ങാം. മറ്റൊന്നുമല്ല, സംഭവം വർക്കൗട്ട് കാര്യങ്ങൾ, ഓടാനും ചാടാനും ഒന്നും ഞാൻ ഇതുവരെ വാച്ച് ഉപയോഗിക്കാറില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ വലിയ പ്രയോജനമൊന്നുമില്ല, വലിയ ആക്യുറേറ്റും കാര്യങ്ങളൊന്നുമല്ല. സിറ്റപ്പ്, ക്രഞ്ചസ് കാര്യങ്ങൾ അതെല്ലാം കാണിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും ആക്ച്വലി റിയാലിറ്റിയിൽ വലിയ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് ആ കാര്യം വിട്ടേക്ക്. പിന്നെ നമുക്ക് ഓഫീസിലൊക്കെ കെട്ടിക്കൊണ്ട് പോകുമ്പം ഇന്ന് എത്ര സ്റ്റെപ്പ് നടന്നു കാര്യങ്ങൾ അതൊക്കെ അറിയാൻ പറ്റും. ശരി, പിന്നെ ഓവറോൾ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ല. ഒരു വർഷമായി അതേപോലെ, ഞാൻ തുടച്ചു പോലുമില്ല. ഇപ്പോൾ എങ്ങനെ ഇരുന്നാൽ അതേപോലത്തെ വീഡിയോ ആണ്. സൈഡിലത്തെ സ്വിച്ചൊക്കെ കണ്ടോ, ഇപ്പോഴും ഒരു കുഴപ്പമില്ല, രണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ട് സ്ക്രാച്ചസും പൊതുവെ പറയുകയാണെങ്കിൽ കുറവാണ്. ഇതിപ്പം ജസ്റ്റ് ഒരു ആൽക്കോൾ സൊല്യൂഷൻ ഇട്ടും തുടച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം പുതിയത് കൊല്ലിക്കും. ഇപ്പം പിന്നെ നിങ്ങൾക്ക് ആ ഒറിജിനൽ വീഡിയോ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ പിന്നെ ഒന്നും ചെയ്യാത്തത്. ഇത് താഴത്തെ സെൻസറാണ്, മറ്റേ ഹാർട്ട് ബീറ്റ് സെൻസറല്ലേ, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതൊക്കെ ഇപ്പോഴും വർക്കിംഗ് ആണ്. ഈ സ്ട്രാപ്പാണ് ഞാൻ രണ്ടാമതായിട്ട് വാങ്ങിച്ചത്. കാരണം ഒറിജിനൽ സ്ട്രാപ്പ് ഭയങ്കര ചോളിലൊക്കെ ഒരു മറ്റേ പ്ലാസ്റ്റിക് സാധനം പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ ഗാലക്സി 3ൻ്റെ ഒക്കെ സ്ട്രാപ്പൊക്കെ നല്ല രസമുണ്ട്. ഇപ്പോൾ പുതിയ വാച്ച് ഇറങ്ങി, പക്ഷെ അത് കൊള്ളാം. പക്ഷേ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒന്നുമില്ല. അതും തമ്മിൽ ഭയങ്കര വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അതിനകത്ത് മിക്കവാറും ഇതൊക്കെ വരും, മറ്റേ ഓക്സിജൻ, നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ അതിൻ്റെയൊക്കെ സെൻസറൊക്കെ വരും. പിന്നെ ഇതിലകത്ത് 4 സെൻസറും കണ്ടേ ഉള്ളൂ ഹാർട്ട് ബീറ്റിൻ്റെയൊക്കെ. അതിലെന്ന് പറയുമ്പോഴത്തേക്ക് 8 സെൻസറൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിനുവേണ്ടി അത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ സ്ട്രാപ്പ് നൈസാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ മറ്റേ മാഗ്നറ്റാണ്, ഇത് ഒട്ടിയെങ്കിലും. പിന്നെ ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഈ ടൈസൺ എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ച്വലി സംഭവം കൊള്ളാം. ആക്ച്വലി പറഞ്ഞാൽ കൊള്ളാം, വലിയ വിഷയമൊന്നുമില്ല. സിമ്പിളാണ്. പഴയ നമ്മുടെ മറ്റേ എന്താ പറയുക, സോണി എറിക്സൻ്റെ ഒക്കെ ജാവ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത ഫോണിലായിരുന്നു നമ്മുടെ സോണി എറിക്സൺ K750, W550. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു രസമാണ്. എല്ലാം പ്രീ ഇൻസ്റ്റാൾഡ് സംഭവങ്ങളാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. പക്ഷേ ഇതിനകത്ത് ഓവറോൾ ഒരു ഫീഡ്ബാക്ക് ഒരല്പം സ്ലോ ആണ്. പക്ഷേ
ഭയങ്കര വലിയ സ്പീഡൊന്നുമല്ല, പറന്ന് നിൽക്കത്തില്ല, ഒരല്പം സ്ലോ ആണ്. എനിക്കൊന്ന് ആ ഒരു വർഷത്തെ ടെക്നോളജി ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ ആവശ്യമില്ലാത്ത ചവറ് സാധനങ്ങളൊന്നും ഇട്ടിട്ടൊന്നുമില്ല. ഇതിനകത്ത് ഓൾറെഡി ഇൻബിൾട്ട് ഫോൺ സ്പേസ് ഉണ്ട്. വാച്ചിനകത്ത് ഫോട്ടോസൊക്കെ വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യണം. പക്ഷേ അങ്ങനെ വില ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ വാച്ച് ഫേസൊക്കെ ഞാൻ ആവശ്യത്തിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതൊക്കെയാണ് വാച്ച് ഫേസസ്. പിന്നെ ഇത് വന്നിട്ട് റൊട്ടേറ്റിംഗ് ബെസലാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മെനു ഒക്കെ തന്നെ ഇങ്ങനെ കറക്കി ഇത് അന്നേ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതൊക്കെ എത്ര കാലം ഓടുമെന്ന്. നമ്മുടെ റഫ് യൂസ് അല്ലേ, എന്തായാലും റഫ് യൂസാണ്. പക്ഷേ ദൈവം സഹായിച്ച് ഇപ്പോഴും നല്ല രീതിയിൽ അതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് സെൻസറൊക്കെ ഇപ്പോഴും വർക്കിംഗ് ആണ്. പിന്നെ അതിൻ്റെ ഇടയിലൂടെ പൊടിയും കാര്യങ്ങളൊക്കെ ഇറക്കി തുടച്ചു കൊടുത്തായി. പിന്നെ ടച്ച് റെസ്പോൺസ് ഒരല്പം കുറവാണോ എന്ന് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ ഇതിന് ടാമ്പർ ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ റഫ് യൂസാണ് നമ്മൾ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റി ഡിസ്പ്ലേ ഒക്കെ വല്ലതും പൊട്ടിക്കഴിഞ്ഞാൽ ഇനി അതിൻ്റെ ബാക്കിൽ നടക്കാമെന്ന് വയ്യ, നല്ല പൈസയാവും. ഓക്കെ, ഇത് നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്ററാണ്. ഇടയ്ക്കിടയ്ക്കൊന്നും ഞാൻ ചെക്ക് ചെയ്ത് നോക്കും വർക്കാവില്ലെന്ന്. സംഭവം കഴിഞ്ഞ ആഴ്ച വരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോഴും വർക്കാവണമായിരിക്കും. ഓക്കെ, 97 ഹയർ ദാൻ ആവറേജ് ബെസ്റ്റ്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ആണ്. ചില സമയത്ത് എന്തോ ഇങ്ങനെ പറയാം, അതായത് അതിൻ്റെ സെൻസർ ജസ്റ്റ് തുടച്ചിട്ടൊന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് എറർ കാണിക്കും. പക്ഷേ അത് ജസ്റ്റ് ഒന്ന് തുടച്ചിടുമ്പോഴത്തേക്ക് ശരിയാവും. പിന്നെ ഇത് മെനുവിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കുറേ മെനൂസ് ഉണ്ട്. മെനുവിനകത്ത് കുറേ ആപ്സൊക്കെ ഉണ്ട്. ഇത് ഒരു ബ്രൗസറാണ്. ഇതൊക്കെ നമുക്ക് ഫോണിൽ ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ആപ്പിൽ നിന്ന് ഓരോരോ ആപ്സ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇത് ഒരു ബ്രൗസറാണ്. കാരണം ഇൻ കേസ് എന്തെങ്കിലും ആവശ്യത്തിന് ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലത്ത് വല്ലതും ബാഗിനകത്ത് വല്ലതും കിടക്കുകയാണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും വല്ല സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനിപ്പം പ്രത്യേകിച്ച് മറ്റേ ഇൻ്റർവ്യൂവിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഗുണമാണ്. ഞാനിപ്പോൾ തന്നെ പിച്ചിപ്പോൾ ഒരു സംഭവം സെർച്ച് ചെയ്ത് നോക്കണം. കാരണം കുറേ കാലം ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട്. കാരണം ചിലപ്പോൾ ഈ ആപ്പിനൊക്കെ ഇത് വരും, അപ്ഡേറ്റ് ഒക്കെ വരും, നമ്മളത് ചെയ്യത്തില്ല. ഞാൻ ചുമ്മാ തന്നെ ആക്കോൺ എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്ത്, ഞാൻ ഇടയ്ക്ക് ഒരു ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി 638 എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് അതിൻ്റെ ഹിസ്റ്ററി ഇപ്പോഴും കിടക്കുന്നു. കേട്ടോ, ടച്ച് ഒരല്പം വിഷയമാണ്. ഇത് ഈ ടാമ്പർ ഗ്ലാസിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ സംഭവം വർക്കാവും. പക്ഷേ എവിടേക്കൊക്കെ ചെറിയ ആ ഒരു പഴക്കത്തിൻ്റെ ആ ഒരു ഇത് കാണും. കീപാഡൊക്കെ ശോകമാണ്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇവന്മാരുടെ ആ കീബോർഡ് ഡിസൈനൊന്നും ഒരു സുഖമില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വെച്ച് മനസ്സിലായി, നമ്മൾ അങ്ങനെ യൂസ്ഡ് അല്ലല്ലോ. പോയി ഓയുണ്ടോ? സംഭവം മെനക്കേടാണ്. പിന്നെ വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് എന്തെങ്കിലും കാണാം, അത്രേ ഉള്ളൂ. കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഗൂഗിൾ സെർച്ച് വന്ന്. പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത വേറൊരു സംഭവമുണ്ട്, അതിപ്പോൾ കാണിച്ചില്ല. ഞാൻ ചുമ്മാ രസത്തിന് സൈഡിലത്തെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യും. ഇതിപ്പോഴെങ്കിലല്ല, പണ്ട് ഞാൻ നോക്കിയതാണ്. വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച വീഡിയോ ഒന്നും വർക്കാകത്തില്ല. പക്ഷേ നിങ്ങൾ കണ്ടു നോക്കും. ഇതിലൊരു ചെറിയ സ്പീക്കറുണ്ട്. ഞാൻ ഇപ്പോൾ സൗണ്ട് ഓഫ് ആക്കിയിട്ടൊക്കെയാണ്. അതുകൊണ്ട് ഇതിന് ചെറിയൊരു സ്പീക്കറുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയും പാട്ടൊക്കെ ഇതിനകത്ത് പ്ലേ ചെയ്യാൻ പറ്റും. കോള് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൾ ഇതിൽ നിന്ന് എടുത്ത് സംസാരിക്കാൻ പറ്റും. 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ ഫോൺ അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് സംസാരിക്കും. അത് ഔട്ട്ഡോറിലൊക്കെ വെച്ച് ഇത്തിരി പാടാണ് കേൾക്കാൻ. ബട്ട് സ്റ്റിൽ റൂമിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കേൾക്കാം. പക്ഷെ വലിയ സൗണ്ടില്ല, ആവശ്യത്തിന് സൗണ്ടുണ്ട്, കേൾക്കാം. ബേസിൽ അതിങ്ങനെ നമുക്ക് കറക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്ക്രീനിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതാണ് ഗിയർ ബ്രൗസർ. പിന്നെ ഇതിനകത്ത് വേറെ ഇപ്പം മ്യൂസിക്കൊക്കെ കൺട്രോൾ ചെയ്യാം. പിന്നെ മറ്റേ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്തൊരു ഗാലറി ഉണ്ട്. പിന്നെ അൾട്ടിമീറ്റർ ഉണ്ട്, മാപ്പൊക്കെ പണ്ടങ്ങനെ ഇൻസ്റ്റാൾ ചെയ്താണ്. അതൊക്കെ വർക്കാവുമെന്ന് അറിയില്ല. അൾട്ടിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇപ്പോഴത്തെ ലൊക്കേഷനും കാര്യങ്ങളും ആക്സസ് ആക്കി കൊടുക്കണം. ഫോണ് ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്, വാട്ടർ ലെവൽ, സീ ലെവലിൽ നിന്നൊക്കെ എത്ര ഇതാണ് നിൽക്കുന്നതെന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ആ ഒരു അതിനകത്തൊക്കെ എല്ലാ ആപ്സും നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ, ഇഷ്ടംപോലെ ആപ്സൊക്കെ. പക്ഷേ ഇതിനകത്ത് ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ട എല്ലാം ഒന്നും കിട്ടത്തില്ല. ഫോർ എക്സാമ്പിൾ വാട്സപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് കിട്ടത്തില്ല. അതാണ് കാരണം ഞാൻ ഇത് നമ്മുടെ സാംസങ് സ്റ്റോർ അത് നമ്മുടെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ മദർ ആപ്പുണ്ട്. ആ ആപ്പ് വഴിയാണ് ഇതിനകത്തോട്ട് കണക്ട് ചെയ്യുന്നത്. അതിനകത്ത് ഞാനിപ്പം സെർച്ച് ചെയ്ത് നോക്കി, വാട്സാപ്പില്ല. പിന്നെ അങ്ങനെ വേണ്ടപ്പെട്ട കുറച്ച് ആപ്സൊന്നും ഇല്ല. പിന്നെ വാട്സാപ്പിൻ്റെയൊക്കെ ഇതൊക്കെ വരും, നോട്ടിഫിക്കേഷനൊക്കെ വരുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഞാനിതുവരെ അതൊന്നും നോട്ടിഫിക്കേഷൻ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. പിന്നെ വന്നിട്ട് വേറെ എന്താ
യെസ്, കമ്മിങ് ബാക്ക് ടു എല്ലാവരുടെയും സംശയം, അതായത് ചാർജ് എത്ര ദിവസം നിൽക്കുക, അതാണ് ബേസിക് കൺസെപ്റ്റ്. കാരണം നമുക്ക് സാധാരണ ഫോൺ പോലെ ഫോണൊന്നും പോലെ എന്ന് എല്ലായിടത്തും ചാർജ് ചെയ്യണത് നടക്കത്തില്ലല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെന്ന് പവർ ബാങ്ക് ചാർജ് ചെയ്യണം, മൊബൈൽ ചാർജ് ചെയ്യണം, പിന്നെന്തെന്ന് വാച്ച് ചാർജ് ചെയ്യണം, അങ്ങനെ ഹെഡ്സെറ്റ് ചാർജ് ചെയ്യണം. ഇപ്പോൾ എല്ലാം ചാർജിങ്ങിൻ്റെ സമയം. അപ്പോൾ ഈ വാച്ച് എല്ലാം മെനക്കിടില്ലേ, അപ്പോഴത്തേക്ക് അത്യാവശ്യം കുറച്ച് ദിവസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര എളുപ്പമായില്ലേ. അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ നോർമലി ഇത് ആക്ച്വലി ഫോണായിട്ട് അധികം കണക്ട് ചെയ്യാറില്ല. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാറില്ല, വല്ലപ്പോഴും മാത്രമേ കണക്ട് ചെയ്യുള്ളൂ. കാരണം കണക്റ്റ് ചെയ്തിടുവാണെങ്കിൽ മാക്സിമം പോയൊരു 2 അല്ലെങ്കിൽ 3 ദിവസം. അധികം വാച്ചിനകത്ത് കുത്തി പെറുക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വഴിക്ക് വിട്ടിട്ട് വല്ല കോളും എല്ലാം വരണമെങ്കിൽ വാച്ച് നോക്കുക, ആരാണെന്ന് ചോദിച്ച് കോൾ അറ്റൻഡ് ചെയ്യുക, എടുക്കുക. അത്രയും മാത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 അല്ലെങ്കിൽ 3 ദിവസം ഇത് വാച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. വാച്ച് കണക്റ്റ് ചെയ്തിട്ടില്ല, ഏതാണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആപ്പ്, ഫോണിനകത്ത് ആപ്പ്. ഓക്കെ, വാച്ച് കണക്ട് ചെയ്തിട്ടില്ല, എറോപ്ലെയിൻ മോഡിലാണ് കിടക്കുന്നതെങ്കിൽ ഇത് ഒരാഴ്ച കിടക്കും, ഒരു കുഴപ്പമില്ല കിടക്കും. പ്രൊവൈഡഡ് ദാറ്റ് നമ്മൾ ആവശ്യമില്ലാതെ വാച്ചിൽ ഒന്നും ചെയ്യാൻ പോകില്ല, മര്യാദയ്ക്ക് യൂസ് ചെയ്യുക, കൊണ്ടുവെക്കാം. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞാൽ കണക്ട് ചെയ്യാറില്ല. പക്ഷേ പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാച്ചിൻ്റെ ഇതില്ലേ, വാച്ചിൽ ഡിസ്പ്ലേ ആൾവേസ് ഓൺ ഓപ്ഷൻ ഉണ്ട്. ഡിസ്പ്ലേ ആൾവേസ് ഓൺ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാച്ചിനകത്തെ വാച്ച് ഫേസ് ഫുൾ ടൈം ഓൺ ആയിട്ട് കിടക്കും. നമുക്കൊരു ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ കിടക്കും. കാരണം വെച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ തവണ വാച്ച് എടുത്തിട്ടും മുഖത്തോട് ഇങ്ങനെ എടുത്ത് നോക്കണം, എങ്കിൽ മാത്രമേ ആ ഡിസ്പ്ലേ ഓൺ ആവുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ എപ്പോഴും ഓൾവേസ് ഓൺ ആയിട്ടേക്കുന്നത്. ഓൾവേസ് ഓൺ എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ ഫുൾ ബ്രൈറ്റ്നസ്സിൽ കിടക്കത്തില്ല, എങ്കിലും ഒരു ആവശ്യം ഇതിൽ നിന്ന് വാച്ച് നമുക്ക് എങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോർമൽ വാച്ചിൽ കാണുന്ന പോലത്തെ ഡയലൊക്കെ അതിനകത്ത് കാണാം. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഡിസ്പ്ലേ ആൾവേസ് ഓൺ യൂസ് ചെയ്യുകയാണെങ്കിൽ, വാച്ച് കണക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ 3 ദിവസം മാക്സ്, 3 അല്ലെങ്കിൽ 4 ദിവസം. വാച്ച് കണക്റ്റ് ചെയ്തിട്ടാണ് ഡിസ്പ്ലേ ഓണും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ദിവസം പ്രതീക്ഷിച്ചാൽ മതി. സംഭവം മനസ്സിലായി? ഇതാണ് സീൻ. അപ്പം പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വാച്ച് കണക്ട് ചെയ്യാറുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഫോൺ ഞാൻ ചാർജ് ചെയ്യാനൊക്കെ ഇപ്പോൾ പവർ ബാങ്ക് കുത്തി ഇപ്പം ഞാൻ എൻ്റെ ബാഗിലിട്ടേക്കുവാണ്, ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഞാൻ വാച്ച് കണക്ട് ചെയ്യും. അതാകുമ്പോഴത്തേക്ക് ആരെങ്കിലും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ അത് വിഷയം വരുന്നില്ല. പിന്നെ ഇത് നമ്മുടെ ഫോണിനകത്തെ ആപ്പാണ്, ഫോണിനകത്തെ മെയിൻ ആപ്പ് സാംസങ്ങിൻ്റെ. അതിനകത്ത് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ എന്താണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തും അതിൻ്റെ എന്താ പറഞ്ഞാൽ വെർഷൻ എന്താണ്, പിന്നെ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ 1 വർഷമായി. ഞാൻ പറഞ്ഞില്ലേ, നല്ല റഫ് യൂസാണ്. മഴ, വെയിൽ, കാറ്റ്, നീന്തൽ എല്ലാം ഇത് വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. കാരണം വെള്ളത്തിൽ ഒന്ന് മുക്കി നോക്കാം വീഡിയോയ്ക്ക് വേണ്ടി. പക്ഷെ ബബിൾസ് വന്നു, പേടിച്ചു. പക്ഷേ ഒന്നും പറ്റത്തില്ലെന്നൊരു വിശ്വാസമുണ്ട്. ഓക്കെ, ഡിസ്പ്ലേ എല്ലാം ഓണാവുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. 100% ഒരു സീനൊന്നുമില്ല. അപ്പോൾ സാധനം അന്നത്തെ എമൗണ്ടിന് വർത്തായിരുന്നു എന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഇത് കാശ് കൊടുത്ത് ഇപ്പോൾ എനിക്കൊന്ന് 13,000 രൂപ 14,000 രൂപ കണ്ടാണെന്ന് തോന്നുന്നു ആമസോണിൽ. ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങിക്കുക. പക്ഷെ ഭയങ്കര വലിയ സെറ്റപ്പൊന്നും അല്ല. ബട്ട് സ്റ്റിൽ ആ സമയത്ത് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഭയങ്കര ഹൈപ്പായിട്ട് തോന്നും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ യൂസ് ടു ആവും. കണക്ട് ചെയ്യാനും ഒന്നും ഇതിനകത്തൊന്നും തോന്നില്ല. ജസ്റ്റ് ഷോയ്ക്ക് വാച്ച് കെട്ടിക്കൊണ്ട് പോവാം, അത്രേ ഉള്ളൂ. അപ്പം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മാക്സിമം സപ്പോർട്ടൊക്കെ വേണം. ലൈക്ക്, സബ്സ്ക്രൈബൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മതി. ഇതേപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും പിന്നെയും വരാം. പിന്നെ ഇതുവരെയും ഇത് സാധനം കയ്യിൽ നിന്ന് താഴെയൊന്നും വീണിട്ടൊന്നുമില്ല. അതുകൊണ്ട് വേറെ വലിയ ഫിസിക്കൽ ഡാമേജ് ഒന്നും ഇല്ല. ബട്ട് സ്റ്റിൽ വർക്കിംഗ് സ്ട്രോങ് ആണ്. ഗാലക്സി 3 കൊള്ളാം. ഇതിനെക്കാട്ടി കുറച്ചും കൂടെ വെയിറ്റ് കുറവാണ്. ഒരു അല്പം 10-15 ഗ്രാം കൊണ്ട് വെയിറ്റ് കുറവാണ്. പക്ഷെ ഭയങ്കര വില, ഭയങ്കര വില ഇൻ ദി സെൻസ് ഇത് 2 വർഷം മുമ്പ് ഇതിൻ്റെ വില എന്താണോ അത് തന്നെയാണ് ഇപ്പോൾ അതിന്. അത് നല്ലൊരു ഓപ്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതും അതൊക്കെ തന്നെ ഏകദേശം സെയിം തന്നെയാണ്. 2 AMOLED ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ പിന്നെ അതിന് സ്ട്രാപ്പൊക്കെ പ്ലാസ്റ്റിക് ഒന്നുമല്ല, കമ്പനിയായിട്ട് തന്നെ വരുന്നത് ലെതർ സ്ട്രാപ്പ് പോലത്തെ കാണാൻ നല്ല എലഗൻ്റ് ആയിട്ടുള്ള സ്ട്രാപ്പൊക്കെയാണ്. പിന്നെ ടാമ്പർ ഗ്ലാസ് ഒക്കെ ഒട്ടിക്കാൻ മറക്കല്ല, കാരണം മസ്റ്റാണ്. സൈഡിലാൻ പറ്റും നമ്മുടെ മേശയുടെയൊക്കെ എഡ്ജിലൊക്കെ ഇടിച്ചും ചിലപ്പോൾ അറിയാതെ പൊട്ടിപ്പോകും. അപ്പോൾ അതൊക്കെ ഉള്ളൂ. അപ്പം അതാണ് ഇതിൻ്റെ 1 വർഷമായിട്ട് 1 വർഷത്തിന് മുകളിലായിട്ടുള്ള എൻ്റെ യൂസർ റിവ്യൂ. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇടുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല. ചാർജിൻ്റെ കേസൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഇത്രയൊക്കെ ചാർജൊക്കെ നിൽക്കുകയുള്ളൂ.
അല്ലാതെ ചില ആൾക്കാരൊക്കെ പറയും 10 ദിവസമൊക്കെ നിൽക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. കണക്ട് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം 2-3 ദിവസമൊക്കെ നിൽക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ ചാർജറും നൈസാണ്. മറ്റേ കേബിൾ സിസ്റ്റം അല്ല, ഇങ്ങനെ മറ്റേ മാഗ്നറ്റിക് ചാർജർ എടുത്തൊരു ചാർജിങ് ഹോൾഡർ ഉണ്ട്, അതിനകത്താണ് ഇത് വെക്കുന്നത് വെച്ചാൽ അത് വെക്കുമ്പോഴത്തേക്കും ചാർജ് കയറും. ചാർജ് ചെയ്യാൻ അറൗണ്ട് ഒരു 45 അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ മതി. ഞാൻ 2 ദിവസം കൂടുമ്പോൾ ഇടയ്ക്ക് കുറച്ച് നേരത്തേക്ക് ഒരു 10-20 മിനിറ്റ് ചാർജ് ചെയ്യും. ഫുള്ളങ്ങ് 100% ആക്കാൻ നിൽക്കാറൊന്നുമില്ല. പിന്നെ നമ്മുടെ ഓക്കെ ഗൂഗിൾ, പിന്നെ മറ്റേ സിറിയൊക്കെ പോലെ ഇതിനകത്തൊരു സാധനമുണ്ട് ബിക്സ്ബി എന്ന് പറഞ്ഞിട്ട്. സത്യം പറയട്ടെ, വലിയ പ്രയോജനമൊന്നുമില്ല കേട്ടോ, ശോകമാണ്. പിന്നെ ഞാൻ അധികം യൂസ് ചെയ്യാറൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ അത് ഞാൻ ചെയ്യാൻ നേരത്തെ ഒരു അപ്ഡേറ്റ് ഒക്കെ വന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം. അപ്പം റൈഡ് സേഫ്, ഹെൽമെറ്റ്സ് ആൾവേസ് ഓൺ, സീറ്റ് ബെൽറ്റ് ഓൺ.